നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇതിനകത്ത് നമ്മൾ കുറച്ച് ചീസൊക്കെ ആഡ് ചെയ്തിട്ട് പിസ്സ മോഡലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കുറച്ചൊക്കെ പിസ്സയുടെ ടേസ്റ്റുമാണ് ഇതിനുള്ളത്. പക്ഷേ ഇത് പിസ്സ പോലെ ഒരുപാട് നേരം ബേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്ലോ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ 3 പിസ്സ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3 കോഴിമുട്ട എടുക്കാം. ഇതൊന്ന് പൊട്ടിച്ച് ഒരു വെജിറ്റബിൾ ചോപ്പറിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ചോപ്പർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു ബൗളിലേക്ക് എല്ലാം ഇട്ടിട്ട് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു ചെറിയ സവാള, ഒരു ക്യാബേജിൻ്റെ ചെറിയൊരു പീസും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകരുതേ. പച്ചക്കറികളൊക്കെ ഇതുപോലെ ഒന്ന് നുറുങ്ങി കിട്ടണം. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് സെയിം ചോപ്പറിൽ തന്നെ നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. ഇനി 1 കപ്പ് വെള്ളം എടുത്ത് അതിൽ നിന്ന് അല്പം ഇതിനകത്തേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ബാക്കി വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്നും കൂടി ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മൈദ ബാറ്റർ ഒരുപാട് അങ്ങോട്ട് ലൂസാകരുത്. ഈ ഒരു ലൂസിൽ വേണം ഉണ്ടാകാനായിട്ട്. നമ്മൾ അപ്പമൊക്കെ ചുടുന്ന ഈ ഒരു ലൂസിൽ വേണം ഇത് ഉണ്ടാകാനേ. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം ഏതെങ്കിലും ഓയിലായാലും മതി. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മൈദ ബാറ്ററിൽ നിന്നും ഒരു തവി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തവി വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് തിന്നാക്കണ്ട, അല്പം കട്ടിയിൽ വേണം നമ്മുടെ ഈ ഒരു ബേസ് ഇരിക്കാനായിട്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ അടിച്ചു വെച്ച എഗ് വെജിറ്റബിൾ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുവരെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണേ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. പിന്നെ ഞാനിടുന്ന പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ പച്ചക്കറികളെല്ലാം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് പച്ചക്കറികളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതൊന്ന് സെറ്റാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതുപോലെ ഒന്ന് മറിച്ചിടാൻ പറ്റുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ 1 മിനിറ്റ് മാത്രം വെച്ചുള്ളൂ. അതിന് ശേഷമാണ് ഇത് മറിച്ചിട്ട് കൊടുത്തത്. ഇനി നമുക്കിത് വളരെ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു പഴയ ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രൈ പാനിൽ ചൂട് ഒരുപോലെ എത്താൻ വേണ്ടിയാണ് ഇതുപോലെ വെച്ച് കൊടുത്തത്. നിങ്ങളുടെ സ്റ്റൗ നന്നായിട്ട് കുറച്ച് വെക്കാൻ പറ്റുമെങ്കിൽ ഇതുപോലെ വേറെ ഫ്രൈ പാനൊന്നും അടിയിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീണ്ടും 1 മിനിറ്റ് മാത്രം ഈ ഒരു സൈഡും കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. ചീസ് വെക്കാതെയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്കിന്. ഇതൊന്നും കൂടെ ഒന്ന് റിച്ച് ആവാൻ വേണ്ടിയാണ് നമ്മൾ ചീസ് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് തക്കാളി നിരത്തി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒറിഗാനോയോ അല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അവസാനം കുറച്ച് മൊസറല്ല ചീസും കൂടി ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് മൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത ചീസ് ഒന്ന് മെൽറ്റാകാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ പച്ചക്കറികളൊക്കെ ഓൾറെഡി കുക്ക്ഡാണ്. തക്കാളി മാത്രം ഒന്ന് സോഫ്റ്റ് ആകാനുള്ളൂ, ബാക്കിയെല്ലാം കുക്ക്ഡാണ്. സ്റ്റവിൽ നേരിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അടച്ച് മൂടി ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിപ്പം മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ചീസെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം. താങ്ക്